ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുകുമാരനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ ജോസഫ് സുരേഷ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഞാൻ 2 തവണ എക്സാം എഴുതി, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എളുപ്പം കിട്ടും, അത്ര വലിയ പഠിക്കണ്ട എന്നുള്ള ലാഘവത്തോടു കൂടി തന്നെയാണ് ഞാൻ ആദ്യത്തെ തവണ എക്സാം എഴുതിയിരുന്നത്. പക്ഷെ 2 തവണ കിട്ടാതായപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറായി, അവർ സെക്കൻഡ് ഇയറിലോട്ട് പോകുന്നു, അവർ കോളേജിൽ നടക്കുന്ന ഫെസ്റ്റിവൽ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മാത്രം വീട്ടിൽ ഇരിക്കുകയാണ്. എനിക്കിതൊക്കെ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിരുന്ന ആളായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ 1-2 തവണ ഇവിടെ വന്നിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഇവിടെ വരാനാണെങ്കിലും. ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു. അമ്മേനോട് പറയുമെങ്കിൽ കൂടി ഞാൻ പറയുമായിരുന്നു, എല്ലായിടത്തും മാതാവില്ലേ, പിന്നെ ഇവിടെ മാത്രം എന്ത് ഇത്ര പ്രത്യേകത, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ ഞാൻ അവരോടും പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ തവണ എക്സാം ഡേറ്റ് അമ്മയാണ് എടുത്തിരുന്നത്. അപ്പോൾ അമ്മേനോട് പറഞ്ഞു, നീ ഒന്ന് എടുത്ത് നോക്ക് എന്ന് അത്രയും സോഫ്റ്റായിട്ട് എന്നോട് അമ്മ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, എന്തായാലും പറഞ്ഞല്ലേ, വെറുതെ എടുത്തേക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എടുത്തതും ഇവിടെ വന്നതും ഒക്കെ. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ബാംഗ്ലൂരായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. ഡേറ്റ് കിട്ടി, ഞാൻ എക്സാം എഴുതി. ഇപ്പം ഞാൻ തിങ്കളാഴ്ച എക്സാം എഴുതിയെങ്കിൽ ബുധനാഴ്ച എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നോർമലി നമുക്ക് ഒരാഴ്ചയൊക്കെ സമയം എടുക്കും ബാംഗ്ലൂരൊക്കെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് വന്നു. അങ്ങനെ എനിക്ക് അവിടുന്ന് 2 മൊഡ്യൂൾ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി അങ്ങനെ പുതുക്കാനൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ മാർച്ച് 10, 2024 ആദ്യം ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ലായിരുന്നു ആ വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാം എടുത്തു, എനിക്ക് കിട്ടിയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ 2025 ഞാൻ ഉടമ്പടി പുതുക്കി. അതിനു മുന്നേ കടന്നുപോയ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയും അച്ഛയൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് അനിയനും ആ സമയത്ത് +2 പഠിക്കുന്ന സമയമാണ്. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാനസിക ബുദ്ധിമുട്ടിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം എല്ലാവരും അറിഞ്ഞു ഞാൻ ഇതാ പഠിക്കുന്നതെന്ന്. അപ്പോൾ എനിക്കിത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു കോഴ്സ് എടുക്കാനൊന്നും പറ്റില്ല. ബന്ധുക്കളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഇവിടെ നിനക്ക് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചാൽ പോരെ, ജർമ്മനിയിൽ തന്നെ പോയി പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം, അങ്ങനെയൊക്കെയായി. പിന്നെ ആദ്യം അവർ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അവർ പിന്നീട് സംസാരിക്കുന്നതൊക്കെ അത്ര എന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ എക്സാം ക്ലിയറായി. എക്സാംസ് എല്ലാമേ തന്നെ എൻ്റെ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഏജൻസി, എൻ്റെ മനസ്സിലൊരു ഏജൻസി ഉണ്ടായിരുന്നു, ഇന്നൊരു ഏജൻസിയിൽ എനിക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മെഴുകുതിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം കാണാനിടയായി. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെ മാതാവ് എനിക്ക് ചെയ്തു തരും. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കൂടുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഏജൻസിയെ കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത് ഞാൻ വന്ന് ഉടമ്പടി, അത് കഴിഞ്ഞ് 3ാമത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 2ാമത്തെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് കാശുരൂപവും ഉപ്പും തൈലവും തേച്ച് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ തൈലം തേച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെയാണ് എനിക്കത് 2ഉം കിട്ടിയത്. കാരണം അത്ര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ജർമ്മനിയിലെ ടോപ്പ് 10 സ്കൂളിലേക്കാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോകുന്നതും. അപ്പം അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നവംബറിൽ ഇൻ്റർവ്യൂ കിട്ടി. ജാനുവരിയിൽ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിസ സബ്മിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വിസ വരാൻ കുറച്ച് ഡിലേ ആയി. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വിസ വന്നു, പക്ഷേ എനിക്ക് മാത്രം വിസ വന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ എന്ത് ചെയ്യും.
പിന്നെ ഞങ്ങളുടെ ലാംഗ്വേജ് എക്സ്പയറി ആയിട്ടുണ്ടായിരുന്നു, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുമോ, വിസ റിജക്റ്റ് ആവുമോ, അതിന് മുന്നേ കൊടുത്തിരുന്ന കുറച്ച് പേർക്ക് റിജക്റ്റ് ആയി എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ദൈവമേ എന്ത് ചെയ്യും, ഇത്രയും വരെ വന്നിട്ട് ഞാനിനി എങ്ങനെ എന്ത് പഠിക്കും, എങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോകും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 1 എൻ്റെ വിസ വന്നു. അന്ന് തന്നെ ഞാൻ ടിക്കറ്റും എടുത്തു. ഈ മെയ് 2 ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു ഈ ജേണി, പക്ഷേ ഈ ജേണി ഒട്ടും ഈസി അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ വിസ കിട്ടി എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതല്ല, ഈ ഉടമ്പടിയിൽ ദൈവം എങ്ങനെ എന്നെ നടത്തി, അമ്മ മാതാവ് എങ്ങനെ എൻ്റെ ജീവനും തിരിച്ചു തന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എനിക്ക് വിസ വരുമ്പം എനിക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരും ഗോൾഡൻ 7 എന്ന് പറയും. അപ്പം എൻ്റെ വിസയും 7 ഇങ്ങനെ അടിച്ചു വരുമായിരുന്നേ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വാശിയൊന്നും പിടിച്ചില്ല, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിട്ടാണ് തുറന്നു നോക്കുന്നത്. എൻ്റെ വിസയായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നയാൾ. അപ്പം തന്നെ എനിക്ക് ഏജൻസിയിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, വിസ വന്നാൽ അപ്പം തന്നെ പറയണമെന്ന്. എൻ്റെ വീട് എരുമേലിയിലാണ്. എരുമേലിയിൽ നിന്ന് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് കാറിന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ വിസ പൊട്ടിച്ച് തുറന്ന് കാണുന്നത്. എൻ്റെ വിസ 7 അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും ഇപ്പോഴും എനിക്കിവിടെ കയറി നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയേറെ ഞാൻ ഈ 2-3 വർഷം വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷവതിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് കാരണം ഈ ഉടമ്പടി മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവനും ജീവിതമാണ് എനിക്ക് ഉടമ്പടി തിരിച്ചു തന്നത്. ഉടമ്പടി പുതുക്കാതെ ഞാൻ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി പുതുക്കാതെ ഇരുന്നിട്ടേ ഇല്ല. ഡേറ്റ് എന്നാണോ എൻ്റെ തീരുന്നത് അന്ന് വന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി വന്ന് പുതുക്കും. പിന്നെ എൻ്റെ 2 നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മമാരുടെ. അവർ കുറേ പേരൊക്കെ പാരലൈസ്ഡ് ആണ്. മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും പാരലൈസ്ഡ് ആണ്. അപ്പം ഞാൻ രാവിലെ അവിടെ പോവും. അവിടെ 6:30 കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ 6 മണി അവിടെ ചെല്ലും. കുർബാന കഴിഞ്ഞ് കുളിപ്പിക്കാൻ പോകും. അവരെ വസ്ത്രമൊക്കെ മാറ്റും, ഭക്ഷണം കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യം ചെയ്ത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വരുന്നത്, ചിലപ്പോൾ സന്ധ്യ വരെ അവിടെ നിൽക്കും. അങ്ങനെ ഇന്ന ദിവസങ്ങളിൽ നിന്നൊന്നുമില്ല. ഞാൻ എപ്പോഴൊക്കെയാണോ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോഴെല്ലാം ഞാൻ അവിടെ തന്നെ പോകുമായിരുന്നു. പിന്നെ ഞാൻ ബൈബിള് 1 മണിക്കൂറോളം വായിക്കും. 1-2 മണിക്കൂറൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴത്തേക്കിനും ഞാൻ വായിക്കും. എനിക്കിഷ്ടമായിരുന്നു വായിക്കാൻ. അതുപോലെ തന്നെ കുർബാനയ്ക്ക് എല്ലാ ദിവസവും തന്നെ പോകും. ഇപ്പം എനിക്ക് രാവിലെ എൻ്റെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ 15 കിലോമീറ്റർ 18 കിലോമീറ്റർ അപ്പുറത്താണ് എനിക്ക് പിന്നെ വൈകുന്നേരം കുർബാനയുള്ള പള്ളി വരുന്നത്. അവിടെ ഞാൻ വൈകിട്ട് പോകും. എന്നിട്ട് സന്ധ്യയാവും തിരിച്ചു വരുമ്പോൾ. എന്നാലും എനിക്ക് ഭയങ്കര ഉടമ്പടി എടുത്തേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ കുർബാന അവിടെ നടന്നിട്ട് എങ്ങനെ വീട്ടിൽ ഇരിക്കും, അങ്ങനെ ഭയങ്കര വെപ്രാളമാണ്. ഞാനിത് കുറേ പേര് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്ന്. പക്ഷെ അല്ല, ശരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുർബാന ഉണ്ടായിട്ട് നമ്മൾ പോവാതിരിക്കുന്നത്. അപ്പം ഇനിയും ഞാൻ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇന്ന് ഈ ആൾത്താരെ കയറി നിൽക്കുന്നത്. ഇനി ഞാൻ മെയ് 2 പോവുകയാണ്. ഇനി അങ്ങോട്ടും ഈ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ആമേൻ. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഖോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവളെ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. ദൈവം ഇസ്രായേലിനോട് ചെയ്യുന്ന ഒരു വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. നമ്മൾ തിരിച്ചു വരും എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴെല്ലാം, നാം അകന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നമ്മെ ഒരു വശീകരണ ശക്തി പോലെ ദൈവം നമ്മെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ആൻ ജോസഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് പലപ്പോഴും പലരോടും അത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല, നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലുത്. നാം പഠിച്ചാലേ നമുക്ക് ജയിക്കാനാകൂ. പക്ഷേ ഒരു വേള മകൾക്കിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ മകൾക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഈശോ ഈ മകളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് കാരണം
ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കുറവുകളെയും എടുത്തു മാറ്റിക്കൊണ്ട് താൻ ഉടമ്പടി പുതുക്കി എക്സാം പാസ്സായി അതോടുകൂടി ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. പരാജയങ്ങൾ അടിക്കടി വരാൻ തുടങ്ങിയപ്പോഴെല്ലാം പെട്ടെന്ന് കാലുമാറുന്ന ഒരവസ്ഥ ഈ മകൾക്കുണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് ജീവിതത്തിൽ വലിയ അർത്ഥമില്ല, ഞാൻ പരാജയപ്പെടുകയാണ്. വീണ്ടും ഉടമ്പടി സംശയിക്കുന്ന ചില നിമിഷങ്ങൾ ഈ മകൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഏറ്റു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മകളെ ദൈവം ആൻ ജോസഫിനെ ദൈവം ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം ഒരാളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കും. നീ എൻ്റേതല്ലേ. ഒരുപാട് സമയങ്ങളിൽ സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ എന്ന് സ്വന്തമാക്കുന്ന ആ ദൈവത്തിൻ്റെ അചഞ്ചലമായ അല്ലെങ്കിൽ ശാശ്വതമായ സ്നേഹത്തെ തിരിച്ചറിയുന്ന ഒരു സാക്ഷ്യമാണിത്. നമുക്ക് ഒരു OET പാസ്സാവുക അല്ലെങ്കിൽ ഒരു ജർമ്മൻ വിസ ലഭിക്കുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവം എന്നെ എല്ലാവരും കൈവിടുമ്പോഴും എൻ്റെ ഈ ഉടമ്പടിയാണ് എൻ്റെ ഉറപ്പ് എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതമാണ്. കാരണം എനിക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയായിരുന്നു. ഞാൻ ഇനി എപ്പോഴും ഇവിടെ ഏറ്റുപറഞ്ഞതുപോലെ ഞാൻ ഏത് തന്നെ ജീവിതാവസ്ഥയിൽ ഏത് ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ദൈവസ്നേഹത്തെ ഏറ്റുപറയാതെ ദൈവസ്നേഹം അനുഭവിക്കാതെ ദിവ്യബലിയിൽ പങ്കുകൊള്ളാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അത്രമാത്രം സ്നേഹം ദൈവം ഈശോ നമ്മോട് വ്യക്തമാക്കി തരുന്നത് പോലെ അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈശോയെ തരാൻ മാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഈശോ സ്നേഹം പ്രകടമാക്കിയത് കുരിശിൽ കിടന്നുകൊണ്ടാണ്. ഈ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നാം ഒരു തരത്തിൽ ശത്രുക്കൾ തന്നെയാണ്. ഓരോ സമയത്തും എനിക്ക് വിസ ലഭിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ഒറ്റിക്കൊടുക്കുന്ന എൻ്റെ സ്വഭാവത്തെ പോലും ഈശോ കുരിശിൽ വില കൊടുത്തുകൊണ്ട് നമ്മെ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം, ഇവിടുത്തെ ഒരു വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ലാഗ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ തന്നെയായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ചു തരും. ആൻ ജോസഫിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് വീണ്ടും ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.